Hello dears, welcome to the class. Today we are going to discuss about our 10th unit measuring weights. Okay, let's start our class. What all things? Milan and father reached the shop with the list of things to buy. വാങ്ങാനുള്ള സാധനങ്ങളുടെ ലിസ്റ്റായിട്ട് മിലനും ഫാദറും കടയിലെത്തി. എന്തൊക്കെയാണ്? സോൾട്ട് 5 kilograms, റൈസ് 150 kilograms, ഓയിൽ 50 liters, ഷുഗർ 150 kilograms, ദാൽ 75 kilograms, മിൽക്ക് 125 liters, curd 50 liters, jaggery 60 kilograms, chilli 10 kilograms, coriander 10 kilograms, onion 30 kilograms, vinegar 3 liters. ഇത്രയുമാണ് ലിസ്റ്റിലുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഐറ്റംസ് സോൾഡ് ബൈ വെയ്റ്റ്, തൂക്കി നോക്കി വിൽക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ് എന്നാണ്. ഏതൊക്കെയാണ്? സോൾട്ട്, റൈസ്, ഷുഗർ, ദാൽ, ജാഗരി, ചില്ലി, കൊറിയാണ്ടർ, ഒനിയൻ. എന്നാൽ ഐറ്റംസ് നോട്ട് സോൾഡ് ബൈ വെയ്റ്റ്, വെയ്റ്റ് നോക്കാതെ വിൽക്കുന്നത് ഓയിൽ, മിൽക്ക്, കേർഡ്, വിനിഗർ, അതായത് ലിക്വിഡ് രൂപത്തിലുള്ളത്. കണ്ടില്ലേ? അപ്പോൾ ഇതാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. To the shop. Look at the stock shown in the board. സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ. എന്തൊക്കെയാണ്? റൈസ് 5 ton, ഷുഗർ 4 tons, ദാൽ 2 tons, ബ്ലാക്ക് ഗ്രാം 3 quintals, ചില്ലി 2 quintals, ഗ്രീൻ ഗ്രാം 1 ton, ജാഗരി 7 quintals, റൈസിൻ 1/4 quintal, കാഷ്യൂ നട്ട് 1/2 quintal. ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് ടൺ, എന്താണ് കിൻഡൽ എന്നെല്ലാം? 1000 ഗ്രാംസിനെയാണ് 1 കിലോഗ്രാം എന്ന് പറയുന്നത്. 100 kilograms-നെയാണ് 1 കിൻഡൽ എന്ന് പറയുന്നത്. 1000 kilograms ആണ് 1 ടൺ. 10 quintals ആണ് 1 ടൺ. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി kilograms ഓഫ് റൈസ് ഡസ് ദ ഷോപ്പ് ഹാവ് ഇൻ സ്റ്റോക്ക്? എത്ര റൈസാണ് ഷോപ്പിൽ സ്റ്റോക്ക് ഉള്ളത്? ആൻഡ് ബ്ലാക്ക് ഗ്രാം. ഹൗ മെനി kilograms ഈസ് ഹാഫ് എ ക്വിൻ്റൽ ഓഫ് കാഷ്യൂ നട്ട്സ്? അപ്പോൾ ഇതൊക്കെ എത്രയുണ്ട് എന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. റൈസ് പറഞ്ഞിരിക്കുന്നത് 5 tons ആണ് അല്ലേ? അപ്പോൾ അത് കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ എത്രയാണ്? ഒരു ടൺ എന്ന് പറഞ്ഞാൽ 1000 kilogram ആണ്. അപ്പോൾ 5 tons എന്ന് പറഞ്ഞാൽ 5 × 1000, 5000 kilogram ആണ് ഉള്ളത്. ഇനി അടുത്തത് ബ്ലാക്ക് ഗ്രാം ആണ്. സ്റ്റോക്ക് പറഞ്ഞിരിക്കുന്നത് 3 quintals ആണ്. ക്വിൻ്റൽ എന്ന് പറഞ്ഞാൽ 100 kilogram ആണ് ഒരു ക്വിൻ്റൽ അല്ലേ? അപ്പോൾ 3 quintal എന്ന് പറഞ്ഞാൽ 3 × 100, 300 kilogram. ഇനി കാഷ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഹാഫ് ക്വിൻ്റലാണ് അല്ലേ? 1 quintal എന്ന് പറഞ്ഞാൽ 100 kilogram ആണ്. അപ്പോൾ ഹാഫ് ക്വിൻ്റൽ എന്ന് പറയുമ്പോൾ 50 kilogram. ഈ 3 എണ്ണമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ആ ലിസ്റ്റിലുള്ള ബാക്കി കൂടി നമുക്ക് കൺവേർട്ട് ചെയ്ത് കിലോഗ്രാമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതെല്ലാം ചെയ്ത് നോക്കണം. ലുക്ക് അറ്റ് ദ സ്റ്റോക്ക് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഐറ്റം തന്നിട്ടുണ്ട്. സ്റ്റോക്ക് ഇൻ കിലോഗ്രാംസ്. ഷുഗർ 4 tons ആണ് തന്നിരിക്കുന്നത്. 1 ton എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1000 kilogram ആണ്. അപ്പോൾ 4 ton എന്ന് പറഞ്ഞാൽ 4 × 1000, 4000 kilogram. ഇനി ബാക്കി ഐറ്റംസിൻ്റെ സ്റ്റോക്കെല്ലാം നമുക്ക് എഴുതാം. ദാൽ 3 tons ആണ് കൊടുത്തിരിക്കുന്നത്. 3 tons എന്ന് പറഞ്ഞാൽ 3 × 1000, 3000 kilogram. ചില്ലി 1 ton, 1000 kilogram. ഗ്രീൻ ഗ്രാം 2 tons. 2 tons എന്ന് പറഞ്ഞാൽ 2 × 1000, 2000. ജാഗരി 1 quintal, അപ്പോൾ 100 kilogram. റേസിൻസ് നമുക്ക് തന്നിരിക്കുന്നത് 1/4 quintal എന്നാണ്. അപ്പോൾ എത്രയാണ്? 100 × 1/4, 25 kilogram. 1 ton. എ ലോറി വിത്ത് ഗുഡ്സ് ഹാസ് കം ടു ദ ഷോപ്പ്. വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് 2 sacks ഓഫ് 50 kilograms ഈച്ച്? കുട്ടികൾ ചോദിക്കുന്നതാണ്. 1 sack contains 50 kilograms ഓഫ് റൈസ്. ഒരു ചാക്കിൽ 50 കിലോ അരിയാണ് ഉള്ളത്. അപ്പോൾ 2 ചാക്ക് കൂടുമ്പോൾ എത്രയായിരിക്കും? 2 × 50, 100 അല്ലേ? 100 kilogram എന്ന് പറയുമ്പോൾ 1 quintal. ടൺ ആൻഡ് ക്വിൻ്റൽ. സീ ദ ഗുഡ്സ് unloaded at the shop. Calculate the weights and complete the table.
ഐറ്റം തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് സാക്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഓഫ് 1 സാക്ക്. റൈസ് 40 സാക്സ് ആണുള്ളത്, ഓരോ സാക്കിലും 50 കിലോഗ്രാംസ് ആണ്. അപ്പോൾ എത്രയായിരിക്കും ടോട്ടൽ വെയിറ്റ്? കിലോഗ്രാമിലും ക്വിൻ്റലിലും അതുപോലെ തന്നെ ടണ്ണിലും എഴുതണം. അപ്പോൾ ഓരോന്നും കണ്ടുപിടിച്ചിരിക്കുന്ന പ്രോസസ്സാണ് കൊടുത്തിരിക്കുന്നത്. റൈസിൻ്റെ കാൽക്കുലേഷൻ കണ്ടില്ലേ, ക്വിൻ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്, അതുപോലെ തന്നെ ടണ്ണിലേക്കും കിലോഗ്രാമിലേക്കുമൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വരുന്നത് ടോട്ടൽ 2000 കിലോഗ്രാം, 20 ക്വിൻ്റൽസ്, 2 ടൺസ്. ഷുഗർ വരുന്നത് എത്രയാണ്? 1000 കിലോഗ്രാം, 10 ക്വിൻ്റൽസ്, 1 ടൺ. ഇനി ദാലാണ് 500 കിലോഗ്രാം, 5 ക്വിൻ്റൽസ്, 0.5 ടൺസ്. ഇനി ബ്ലാക്ക് ഗ്രാം എത്രയാണ്? 5 സാക്സ് ഇൻറ്റു 10 kg, 50 kg, 0.5 ക്വിൻ്റൽസ്. ടൺസ് വരുന്നത് 0.05 ടൺസ്. ഇനി ഗ്രീൻ ഗ്രാം 250 കിലോഗ്രാം, 2.5 ക്വിൻ്റൽസ്, 0.25 ടൺസ്. ചില്ലി 200 കിലോഗ്രാം, 2 ക്വിൻ്റൽസ്, 0.2 ടൺസ്. വാട്ട് ഈസ് ലെഫ്റ്റ്? എത്രയാണ് ബാക്കിയുള്ളത്? എ മാൻ ഇൻ ദ ഷോപ്പ് വെയ്ഡ് സം ഓഫ് ദ ഐറ്റംസ് ബോട്ട് ഫോർ ദ വെഡ്ഡിംഗ് ഫീസ്റ്റ്. He took them from 1 kilogram packets. How much is left in each packet? അപ്പോൾ ഓരോ കിലോഗ്രാമിൻ്റെ പാക്കറ്റിൽ നിന്നാണ് സാധനങ്ങൾ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബാക്കി ആ പാക്കറ്റിൽ ഇനി എത്രയുണ്ട് എന്ന് നോക്കണം. കാഡമം 250 ഗ്രാംസ് ആണ് എടുത്തിട്ടുള്ളത്, അതുപോലെ തന്നെ കാഷ്യൂ നട്ട് 900 ഗ്രാംസ്, റേസിൻ 1000 ഗ്രാംസ്, ടർമറിക് 750 ഗ്രാംസ്, ക്യുമിൻ 500 ഗ്രാംസ്. അപ്പോൾ 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഗ്രാംസ് ആണ് അല്ലേ. കാഡമം 250 ഗ്രാംസ് എടുത്താൽ ബാക്കി വരുന്നത് 750 ഗ്രാംസ്, കാഷ്യൂ 100 ഗ്രാംസ്, ഇനി ബാക്കിയുണ്ട് റേസിൻ 0 ഗ്രാംസ് ആണ്, കാരണം 1000 കൊടുത്തു കഴിഞ്ഞു. ടർമറിക് 250 ഗ്രാംസ് ലെഫ്റ്റ് വരും, അതുപോലെ തന്നെ ക്യുമിൻ 500 ഗ്രാംസ് ലെഫ്റ്റ് വരും. അതുപോലെ തന്നെ പർച്ചേസ് ചെയ്ത ഐറ്റംസിൻ്റെ കിലോഗ്രാമും ഗ്രാമും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാ ഐറ്റംസും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 3400 ഗ്രാം കിട്ടും. അതിനർത്ഥം 3000 എന്ന് പറയുമ്പോൾ 3000 ഗ്രാം എന്ന് പറയുമ്പോൾ 3 കിലോഗ്രാം, പിന്നെ ബാക്കി വരുന്ന 400 ഗ്രാമും. വാട്ട് ഈസ് ദ വെയ്റ്റ്? വെയ്റ്റ് നോക്കുന്ന ആ ഒരു മെഷീനിൽ കാണുന്നത് എത്രയാണ്? 12.000. അപ്പോൾ അതെത്രയാണ്? 12 കിലോഗ്രാംസ് എന്നാണ്. റൈറ്റ് ദ വെയ്റ്റ്സ് ഇൻ ദ ടേബിൾ ബിലോ. ഡിസ്പ്ലേ ഇൻ മെഷീൻ. തന്നിരിക്കുന്ന വെയ്റ്റ് എത്രയാണ് എന്ന് എഴുതണം. 10 കിലോഗ്രാംസ്, 13 കിലോഗ്രാംസ് 70 ഗ്രാംസ്, 7 കിലോഗ്രാംസ് 250 ഗ്രാംസ്, 500 ഗ്രാംസ്, 1 കിലോഗ്രാം 5 ഗ്രാംസ്, 9 കിലോഗ്രാംസ് 900 ഗ്രാംസ്. ക്വിൻ്റൽ 50 റുപ്പീസ് വേജ് ഫോർ 1 ക്വിൻ്റൽ. ഓക്കെ, 50 രൂപയാണ് ഒരു ക്വിൻ്റൽ എടുക്കുന്നതിന്. ഓക്കെ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ദ വെജിറ്റബിൾസ് മിലൻ ആൻഡ് ഫാദർ ബോട്ട് വേർ ലോഡഡ് ഇൻ എ ഗുഡ്സ് കാരിയർ. അവർ വാങ്ങിച്ച ആ സാധനങ്ങളൊക്കെ ഗുഡ്സ് കാരിയറിൽ കയറ്റുകയാണ്. എത്രയാണ്? ഒക്ര 10 കിലോഗ്രാംസ്, പംകിൻ 25 കിലോഗ്രാംസ്, പൊട്ടാറ്റോ 50 കിലോഗ്രാംസ്, ടൊമാറ്റോ 15 കിലോഗ്രാംസ്, ഗ്രീൻ ചില്ലി 2500 ഗ്രാംസ്, മാംഗോ 5 kilograms, carrot 10 kilograms, onion 30 kilograms, ginger 3500 grams. Is the total weight more than a quintal or less? Total weight ഒരു ക്വിൻ്റലിനേക്കാൾ കൂടുതലാണോ കുറവാണോ? ടോട്ടൽ വെയിറ്റ് കാണണം. 1 ക്വിൻ്റൽ എന്ന് പറയുന്നത് 100 kilograms ആണ് അല്ലേ. മോർ ദൻ എ ക്വിൻ്റൽ ഓർ ലെസ്, ഹൗ മച്ച് മോർ ഓർ ഹൗ മച്ച് ലെസ്? അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കാം. അപ്പോൾ എല്ലാ ഐറ്റംസും കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതിൽ ഗ്രീൻ ചില്ലിയും അതുപോലെ തന്നെ ജിഞ്ചറും മാത്രമാണ് ഗ്രാംസിലുള്ളത്. അപ്പോൾ അത് കിലോഗ്രാമിലേക്ക് മാറ്റി ഇനി അത് ആഡ് ചെയ്ത് നോക്കണം. ദ ടോട്ടൽ വെയ്റ്റ് ഓഫ് ദ വെജിറ്റബിൾസ് ഈസ് 151 കിലോഗ്രാം. 151 കിലോഗ്രാം ആണ് വെജിറ്റബിൾസിൻ്റെ വെയ്റ്റ് വരുന്നത്. 151 kilograms ഈസ് മോർ ദൻ 100 kilograms. സോ ദ ആൻസർ ഈസ് മോർ. അപ്പോൾ 100 കിലോഗ്രാം ആണ് ഒരു ക്വിൻ്റൽ. അതിനേക്കാൾ കൂടുതലാണ് 151 കിലോഗ്രാം. അതുകൊണ്ട് മോർ കൂടുതലാണ്. ഹൗ മച്ച് മോർ?
151 minus 100, 51 kilograms more. How many packets? The shopkeeper took 2 quarter kilogram packets and 3 half kilogram packets to make 10 kilograms of coriander. How many packets did he give? 10 കിലോ കൊറിയാണ്ടർ എടുക്കണം. അതിനായിട്ട് ഷോപ്പ് കീപ്പർ 2 ക്വാർട്ടർ കിലോഗ്രാം വരുന്ന പാക്കറ്റും അതുപോലെ തന്നെ 3 ഹാഫ് കിലോഗ്രാം വരുന്ന പാക്കറ്റും എടുത്തു. അപ്പോൾ എത്ര പാക്കറ്റ്സ് എടുത്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഹൗ മെനി ഗ്രാംസ് ഡസ് 2 ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ്സ് മേക്ക്? 2 ക്വാർട്ടർ കിലോഗ്രാമിൻ്റെ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ എത്രയാകും? അതുപോലെ തന്നെ 3 ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ്, 3 ഹാഫ് കിലോഗ്രാമിൻ്റെ 1/2 കിലോയുടെ പാക്കറ്റ് എടുത്താൽ എത്രയാകും? വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ്? ഹൗ മെനി മോർ 1 കിലോഗ്രാം പാക്കറ്റ്സ് ആർ നീഡഡ് ടു മേക്ക് 10 കിലോഗ്രാം? ഇനി എത്ര പാക്കറ്റ് എടുക്കണം 10 കിലോഗ്രാം ആവാൻ? അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. 2 ക്വാർട്ടർ കിലോഗ്രാംസ് എന്ന് പറഞ്ഞാൽ 250യുടെ 2 പാക്കറ്റ്, 250 ഇൻറ്റു 2, അപ്പോൾ 500 ഗ്രാംസ് വരും. ഇഫ് 3 ഹാഫ് കിലോഗ്രാംസ് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ഇൻറ്റു 3, 1500 ഗ്രാംസ്. വാട്ട് ഈസ് ദ ടോട്ടൽ വെയ്റ്റ്? 500 പ്ലസ് 1500, 2 കിലോഗ്രാംസ് ആയി അല്ലേ? ഇനി 10 കിലോഗ്രാംസ് ആവാൻ എത്ര വേണം? 8 പാക്കറ്റ്സ് കൂടി വേണം 1 കിലോയുടെ. ടോട്ടൽ നമ്പർ ഓഫ് പാക്കറ്റ്സ് 13. ഏതൊക്കെയാണ്? 2 ക്വാർട്ടർ കിലോഗ്രാം പ്ലസ് 3 ഹാഫ് കിലോഗ്രാം പ്ലസ് 8 1 കിലോഗ്രാം. ഹൗ മെനി പാക്കറ്റ്സ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ വേർ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ്? എല്ലാ പാക്കറ്റ്സും ഹാഫ് കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ എത്ര പാക്കറ്റ്സ് വരും? ഹൗ മെനി ഇഫ് ഓൾ വേർ ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ്സ്? എല്ലാം 250യുടെ ക്വാർട്ടർ കിലോഗ്രാം എടുക്കുകയാണെങ്കിൽ എത്ര പാക്കറ്റ് വരും? ഇഫ് എവറിതിങ് വേർ ഇൻ ഹാഫ് കിലോഗ്രാം പാക്കറ്റ്സ്, ഹൗ മെനി പാക്കറ്റ്സ് വുഡ് ദർ ബി? 20 പാക്കറ്റ്സ്. ഇഫ് എവറിതിങ് വേർ ഇൻ ക്വാർട്ടർ കിലോഗ്രാം പാക്കറ്റ്സ്, 40 പാക്കറ്റ്സ്. എങ്ങനെയാണ് വരുന്നത്? 10 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1000 ഇൻറ്റു 10, 10,000 ആണ് വരുന്നത്. അതിനെ ഹാഫ് കിലോഗ്രാം 500 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 20 കിട്ടും. അതുപോലെ തന്നെ 10,000 ഡിവൈഡഡ് 250 ഈക്വൽ ടു 40 എന്ന് കിട്ടും. ഹൗ മച്ച് ഗീ? ദേ ബോട്ട് 2 250 milliliter ബോട്ടിൽസ് ആൻഡ് 1 500 milliliter ബോട്ടിൽസ് ഓഫ് ഗീ. ഹൗ മച്ച് ഗീ ഡിഡ് ദേ ബൈ? അവർ 2 കുപ്പി 250 മില്ലിലിറ്ററിൻ്റെ ബോട്ടിൽസും 1 കുപ്പി 500 മില്ലിലിറ്ററിൻ്റെ ബോട്ടിൽസും ഗീ വാങ്ങി. അപ്പോൾ എത്ര ഗീ ആണ് വാങ്ങിയത്? ഹൗ മെനി ബോട്ടിൽസ് വുഡ് ഹാവ് ബീൻ ദർ ഇഫ് ഓൾ വേർ 100 milliliter ബോട്ടിൽസ്? ഇനി വാങ്ങിയതെല്ലാം 100 milliliterൻ്റെ ബോട്ടിലാണെങ്കിൽ എത്ര ബോട്ടിൽ ഉണ്ടാകും? അതുപോലെ തന്നെ 250 milliliterൻ്റെ ബോട്ടിലാണെങ്കിൽ എത്ര ബോട്ടിൽസ് ഉണ്ടാകും? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് 2 ബോട്ടിൽസ് ഓഫ് 250 milliliters എന്നാണ് അല്ലേ? 2 ഇൻറ്റു 250 ഈക്വൽ ടു 500 milliliter. 1 ബോട്ടിൽ ഓഫ് 500 milliliters. അപ്പോൾ 1 ഇൻറ്റു 500 ഈക്വൽ ടു 500 milliliter. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 500 പ്ലസ് 500 1000 milliliters ആണ് വാങ്ങിച്ചിരിക്കുന്നത്. 1000 milliliters ഈക്വൽ ടു 1 liter. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് എവറിതിങ് വാസ് ഇൻ 100 milliliter ബോട്ടിൽസ്, ഹൗ മെനി ബോട്ടിൽസ് ഓഫ് ഗീ വുഡ് ദർ ബി? എല്ലാം 100 milliliterൻ്റെ ബോട്ടിൽസ് ആണെങ്കിലോ? അപ്പോൾ 1000 milliliter ഡിവൈഡഡ് 100 ഈക്വൽ ടു 10 ബോട്ടിൽസ്, 10 ബോട്ടിൽസ് ആണ് വേണ്ടത്. ഈ 1000 milliliter എന്ന് കാണിച്ചിരിക്കുന്നത് 1 ലിറ്റർ ആണ്. അതിനെയാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അടുത്തത് എല്ലാം 250 milliliterൻ്റെ ബോട്ടിലാണെങ്കിലോ? 1000 ഡിവൈഡഡ് 250 ഈക്വൽ ടു 4 ബോട്ടിൽസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ബാക്ക് ഹോം 635 kilograms of groceries and 375 kilograms of vegetables were loaded in a goods carrier. What is the total weight loaded? 635 കിലോഗ്രാമിൻ്റെ ഗ്രോസറിയും 375 കിലോഗ്രാംസ് വെജിറ്റബിൾസും ഒരു ഗുഡ്സ് കാരിയറിൽ കയറ്റി. അതിൻ്റെ ടോട്ടൽ വെയ്റ്റ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, രണ്ട് സാധനങ്ങളുടെയും.
635 kilogram plus 375 kilogram equal to 1010 kilogram ആണ് total weight. Water tank. There is a 1000-liter tank, a 500-liter tank and two 200-liter tanks. How many liters of water can be stored in all? ഒരു 1000 ലിറ്ററും 500 ലിറ്ററും 200 ലിറ്റർ ടാങ്കും ആണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ എത്ര വാട്ടർ ഉണ്ടായിരിക്കും? 1000 പ്ലസ് 500 പ്ലസ് 200 പ്ലസ് 200 ഈക്വൽ ടു 1900 ലിറ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. ജോണി ഈസ് എ ടാപ്പിയോക്ക ഫാർമർ. ഒരു കപ്പ കൃഷിക്കാരനാണ് ജോണി. He got 2 quintals and 65 kilograms of tapioca as yield. അയാൾക്ക് 2 കിൻഡലും 65 കിലോഗ്രാംസും കപ്പ കിട്ടി. 2 കിൻഡൽസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 × 100 200 കിലോഗ്രാം പ്ലസ് 65 265 kilograms കപ്പ കിട്ടി. He sold it at 20 rupees per kilogram. How much money did he get? 20 രൂപ ഒരു കിലോയ്ക്ക് വെച്ച് മുഴുവനും വിറ്റപ്പോൾ എത്ര രൂപ കിട്ടി? 2 കിൻഡൽ എന്ന് പറയുമ്പോൾ 2 × 100 200 കിലോഗ്രാം പ്ലസ് 65 265 കിലോഗ്രാം ആണ് അല്ലേ? അത് 20 റുപ്പീസിന് വിറ്റപ്പോൾ 265 × 20 ഈക്വൽ ടു 5300 റുപ്പീസാണ് അയാൾക്ക് കിട്ടിയത്. 1 sack contains 50 kilograms of rice. ഒരു ചാക്കിൽ 50 കിലോ അരിയുണ്ട്. 60 such sacks were loaded in a lorry. ഒരു ലോറിയിൽ അങ്ങനെയുള്ള 60 ചാക്കുകളുണ്ട്. How many tons is there in total? എത്ര ടൺ അരിയാണ് അത്? 60 പ്ലസ് 50 ഈക്വൽ ടു 3000 കിലോഗ്രാം റൈസാണ് ഉള്ളത്. 1000 കിലോഗ്രാം ആണ് 1 ടൺ അല്ലേ? അപ്പോൾ 3000 എന്ന് പറയുമ്പോൾ 3000 ഡിവൈഡഡ് 1000 ഈക്വൽ ടു 3 ടൺസ് റൈസാണ് ഉള്ളത്. The capacity of a water tank is 2000 liters. To fill the tank, 765 liters more is needed. How much water does the tank contain now? ഒരു 2000 ലിറ്റർ കൊള്ളുന്ന ടാങ്കിൽ 765 ലിറ്റേഴ്സ് വെള്ളം കൂടി വേണം ഇനി അത് ഫുള്ളാവാനായിട്ട്. അപ്പോൾ എത്ര വാട്ടറാണ് ഇപ്പോൾ ആ ടാങ്കിൽ ഉള്ളത്? കറൻറ്റ് വാട്ടർ എമൗണ്ട് കണ്ടെത്താനായിട്ട് ടോട്ടൽ കപ്പാസിറ്റി മൈനസ് റിമൈനിങ് സ്പേസ്. ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2000 ലിറ്റേഴ്സ് ആണ്. ഇനി വേണ്ടത് 765 ലിറ്റേഴ്സ് ആണ്. അപ്പോൾ അതിലുള്ള വാട്ടർ എന്ന് പറയുന്നത് 1235 ലിറ്റേഴ്സ് ഇപ്പോൾ അതിലുണ്ട്. The table shows the things Binu bought from the Maveli store. She put them all in a cloth bag. What is the total weight of the things in the bag? ബിനു മാവേലി സ്റ്റോറിൽ നിന്നും വാങ്ങിയ സാധനങ്ങളാണ്. അതിൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വെയിറ്റാണ് ഇപ്പോൾ ബാഗിലുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ സാധനങ്ങളുടെ. റൈസ് 2 kilograms, ഷുഗർ 1500 grams, ചില്ലി പൗഡർ 250 grams, കൊറിയാണ്ടർ പൗഡർ 250 grams, ദാൽ 500 grams, ഗ്രീൻ ഗ്രാം 500 grams, കൗപ്പി 500 grams, ചിക്പി 500 grams, ആട്ട 2 kilograms. ഇത്രയുമാണ് ഉള്ളത്. എല്ലാ ഐറ്റംസും കിലോഗ്രാമിലും അല്ലെങ്കിൽ എല്ലാ ഐറ്റംസും ഗ്രാമിലും അല്ല അല്ലേ? കിലോഗ്രാമിലുമുണ്ട് ഗ്രാമിലുമുണ്ട്. അപ്പോൾ നമുക്കത് കിലോഗ്രാമിലേക്ക് മാറ്റാം. റൈസ് ഓൾറെഡി കിലോഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ഷുഗർ 1500 ഗ്രാമാണ്. അപ്പോൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 1.5 കിലോഗ്രാം. ഇനി ചില്ലി പൗഡറും അതുപോലെ തന്നെ. അപ്പോൾ 0.25 കിലോഗ്രാം, കൊറിയാണ്ടർ പൗഡർ 0.25 കിലോഗ്രാം, ദാൽ 0.5 കിലോഗ്രാം, ഗ്രീൻ ഗ്രാം 0.5 കിലോഗ്രാം, കൗപ്പി 0.5 കിലോഗ്രാം, ചിക്പി 0.5 കിലോഗ്രാം, ആട്ട 2 കിലോഗ്രാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കിലോഗ്രാമിലേക്ക് മാറ്റുന്നതിന് പകരം 2 കിലോഗ്രാമിലുള്ള ഐറ്റംസിനെ ഗ്രാമിലേക്ക് മാറ്റിയും ഈ പ്രോബ്ലം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8 കിലോഗ്രാം ആണ്. ടോട്ടൽ വെയ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഈസ് 8 കിലോഗ്രാംസ് ആണ്. 8 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 8000 ഗ്രാംസ്. എല്ലാ ഐറ്റംസും ഗ്രാമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ടോട്ടൽ വരുന്നത് 8000 ഗ്രാംസ്. 8000 ഗ്രാംസ് എന്ന് പറഞ്ഞാൽ
8 kilograms. The oil trader filled 5 500 milliliter bottles and 6 200 milliliter bottles with oil from a vessel. Now 1 liter and 300 milliliters of oil is left in the vessel. How much oil was there in the vessel originally? ഒരു ഓയിൽ ട്രേഡർ 500 മില്ലിലിറ്ററിൻ്റെ 5 ബോട്ടിലും അതുപോലെ തന്നെ 200 മില്ലിലിറ്ററിൻ്റെ 6 ബോട്ടിലിലും ഓയിൽ നിറച്ചു. ബാക്കി വന്നത് 1 ലിറ്റർ 300 മില്ലിലിറ്റർ ആയിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന ഓയിൽ എത്രയാണ് എന്നാണ് ചോദിച്ചത്. 5 ബോട്ടിൽസ് ഓഫ് 500 ml എത്രയാണ്? 5 ഇൻറ്റു 500 ml ഈക്വൽ ടു 2500. അതുകൂടാതെ 6 ബോട്ടിൽസ് ഓഫ് 200 ml 6 ഇൻറ്റു 200 ഈക്വൽ ടു 1200. അപ്പോൾ ടോട്ടൽ വരുന്നത് 3700 മില്ലി ലിറ്ററാണ് ബോട്ടിൽസിൽ നിറച്ചത്. ഇനി ബാക്കിയുള്ളത് എത്രയാണ്? 1300 മില്ലി ലിറ്റർ. എങ്ങനെയാണ്? 1 ലിറ്ററും 300 മില്ലി ലിറ്ററും. അപ്പോൾ ബോട്ടിലിൽ നിറച്ച 3700 മില്ലി ലിറ്ററും അയാളുടെ കയ്യിലുള്ള 1300 മില്ലി ലിറ്ററും കൂടി കൂട്ടുമ്പോൾ 5000 മില്ലി ലിറ്ററാണ് അയാളുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ 5000 മില്ലി ലിറ്റർ എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ. Fill in the blanks in grams, in kilograms and grams. Grams 2500, kilograms 2.5, in kilograms and grams 2 kilograms 500 grams. 3250 grams. കിലോഗ്രാംസിൽ പറയുമ്പോൾ 3.25. In kilograms and grams 3 kilogram 250 gram. 1750 grams. Kilograms 1.75. Kilogram and gram 1 kilogram 750 gram. 4250 4.25. 4 kilogram 250 gram. Next question. The Milk Society got 550 liters and 750 milliliters of milk on Monday. 85 liters and 250 milliliters of milk was sold within the society and the rest was sold to Milma. How much was sold to Milma? ഒരു മിൽക്ക് സൊസൈറ്റിയിൽ 550 ലിറ്റേഴ്സും 750 മില്ലിലിറ്റേഴ്സ് മിൽക്കും കിട്ടി. എന്നാൽ സൊസൈറ്റിയിൽ വെച്ച് തന്നെ 85 ലിറ്റേഴ്സ് ആൻഡ് 250 മില്ലിലിറ്റർ വിറ്റുപോയി. ബാക്കി വന്നത് മിൽമയ്ക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം. റിമൈനിങ് മിൽക്ക് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ മിൽക്ക് മൈനസ് സോൾഡ് മിൽക്ക്. ടോട്ടലിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വിറ്റത് മൈനസ് ചെയ്യുക. ടോട്ടൽ എത്രയായിരുന്നു? 550 ലിറ്റർ 750 മില്ലി ലിറ്റർ. അതിൽ നിന്ന് സോൾഡ് ചെയ്തത് 85 ലിറ്റർ മൈനസ് 250 മില്ലി ലിറ്റർ. ആൻസർ വരുന്നത് 465 ലിറ്റർ 500 മില്ലി ലിറ്റർ. The remaining 465 liters and 500 milliliters of milk was given to Milma. The school is preparing an Onam feast. Onam feast സ്കൂളിൽ നടത്തുകയാണ്. പായസം is served in 100 milliliter glasses. How much liters പായസം is needed to serve 1000 people? 1000 ആളുകൾക്ക് 100 മില്ലി ലിറ്ററിൻ്റെ ഗ്ലാസ്സിൽ പായസം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് എത്ര ലിറ്റർ പായസം വേണം? എമൗണ്ട് പെർ പേഴ്സൺ എന്ന് പറയുന്നത് 100 മില്ലി ലിറ്റർ ആണ്. നമ്പർ ഓഫ് പീപ്പിൾ 1000. ടോട്ടൽ റിക്വയർഡ് 1000 ഇൻറ്റു 100 ഈക്വൽ ടു മില്ലി ലിറ്റർ. ഒരാൾക്ക് കൊടുക്കുന്നത് 100 മില്ലി ലിറ്ററും നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് 1000 ആളുകളുണ്ട് അല്ലേ? അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് 1000 ഇൻറ്റു 100 1 ലാക്ക് മില്ലി ലിറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഈ 1 ലാക്ക് മില്ലി ലിറ്ററിനെ നമുക്ക് 1000 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് അതിനെ ലിറ്റർ ആക്കാം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? 1 ലാക്കിൽ 5 0 ഉണ്ട്. അതിൽ 1000ലുള്ള ആ 0യും മുകളിലുള്ള ആ 3 0യും വിട്ടിപ്പോയാൽ ബാക്കി വരുന്നത് 100 ആണ് അല്ലേ? അപ്പോൾ 100 ലിറ്ററാണ് പായസം വേണ്ടത്. It is estimated that 1 kilogram of rice cooked would be enough to serve 8 people. If 100 kilograms of rice is cooked, how many can be served? 8 പേർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്
1 കിലോഗ്രാം അരി മതി. അങ്ങനെയാണെങ്കിൽ 100 കിലോഗ്രാം അരി കൊണ്ട് എത്ര പേർക്ക് ഭക്ഷണം സെർവ് ചെയ്യാനായിട്ട് കഴിയും? The number of people who can be fed with 1 kilogram of rice equal to 8 people. The total amount of rice 100 kilogram. അപ്പോൾ 1 കിലോഗ്രാം കൊണ്ട് 8 പേർക്കും ടോട്ടൽ റൈസ് 100 കിലോഗ്രാം ആണ്. 100 ഇൻറ്റു 8 ഈക്വൽ ടു 800. 800 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ കഴിയും. Okay dears, study well. See you in next class. Thank you.